ഹായ്, വെൽക്കം ടു പഠിക്കാൻ രസിക്കാം യൂട്യൂബ് ചാനൽ. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അബ്കാരി ആക്ട് പിന്നെ NDPSലെ തന്നെ സിലബസ് വൈസ് നെക്സ്റ്റ് വരുന്നത് യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ്, പിന്നെ അടുത്തത് 3 ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, നാച്ചുറൽ, സെമി സിന്തറ്റിക് ആൻഡ് സിന്തറ്റിക് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഈ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഫസ്റ്റ് തൊട്ട് ഇത് ഈ പറഞ്ഞിരിക്കുന്ന യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ് വരെയുള്ള പോർഷൻസ് എല്ലാം തന്നെ അത് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് സ്പെഷ്യലായിട്ട്, സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കയറി നോക്കുക, എല്ലാ ക്ലാസ്സുകളും ഈ ഇതുവരെയുള്ളത് അവൈലബിൾ ആയിരിക്കും. ഇനിയുള്ള ക്ലാസ്സുകളും അപ്പോൾ ഈ പ്ലേലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ കിട്ടും. സോ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ നമ്മളുടെ ഡ്രഗ്സിൻ്റെ യൂസ് ഇപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജനറലി ഉള്ളതാണ്. സാധാരണ രോഗപ്രതിരോധത്തിനൊക്കെ നമ്മൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പോൾ അത് പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് രോഗപ്രതിരോധത്തിനായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ അത് അളവിൽ കൂടുതലായാലാണ് നമ്മളതിന് എന്ത് പറയുക, ദുരുപയോഗം എന്ന് പറയുന്നത്. സോ രോഗപ്രതിരോധത്തിനായിട്ട് മിതമായ അളവിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ദുരുപയോഗം ചെയ്യരുത്. പിന്നെ ഒരു നിശ്ചിത സമയപരിധിക്കൊക്കെ കൂടുതൽ നമ്മൾ എന്താ പറയുക, ഒരു പരിധി ഉണ്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന്. കുറേ നാൾ അങ്ങനെ ഒരുപാട് നാളുകളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല രോഗപ്രതിരോധത്തിന് തന്നെയായാലും. അപ്പോൾ അതിൻ്റെ ഒരു സമയപരിധി ഉണ്ട്. അതിന് ശേഷവും എന്താ പറയുക, അങ്ങനെ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഡ്രഗ്സ് ഒന്നും. ഇനി ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഈ കഞ്ചാവും ഇതൊക്കെ കണ്ടമാനം യൂസ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ, എന്താണ് ഒരു തരം മയക്കം പോലുള്ളൊരവസ്ഥയായിരിക്കും എപ്പോഴും. പിന്നെ മാനസിക പ്രശ്നങ്ങൾ വരും. ഒരുപാട് നാളുകൾ യൂസ് ചെയ്യും തോറും ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഹാലൂസിനേഷൻ, അത് നമ്മൾ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ 1-2 ക്ലാസ്സിന് മുമ്പ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സ്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ തോന്നലുകൾ ചിലപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹാലൂസിനേഷനൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ വിഷാദരോഗം വരും. അതായത് ഇങ്ങനെ ദുഃഖങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ഒരു നിശബ്ദമായിട്ട് ഒരുപാട് നാളൊക്കെ ഇരുന്ന ഒരു വിഷാദരോഗികളായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ കൺട്രോളിങ് പവറൊക്കെ പോകും. ഇപ്പോൾ പൊതുവിൽ തന്നെ നമ്മുടെ മദ്യമൊക്കെ ഉപയോഗിച്ചാൽ തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാനൊന്നും കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ഡ്രഗ്സ് ആയാലും ഒരുപാട് നാൾ യൂസ് ചെയ്യും തോറും വണ്ടി ഓടിക്കാനായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കറക്റ്റായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, കറക്റ്റായിട്ടൊരു ശ്രദ്ധ കിട്ടാതെ വരും. അപ്പോൾ അതും ഈ ഡ്രഗ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. പിന്നെ വരുന്നത് രക്തസമ്മർദ്ദം വരും, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, പിന്നെ ഓർമ്മക്കുറവ്, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ ഈ ഡ്രഗ്സിൻ്റെ യൂസേജ് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് പിന്നെ നമ്മുടെ ഒരു ഇങ്ങനെ പേടിയൊക്കെ വരും കേട്ടോ, ഒരുപാട് നാൾ യൂസ് ചെയ്യുന്ന ഒരു പേടി. പിന്നെ ഒരു മന്നിപ്പൊക്കെ പോലെ ആയിരിക്കും, എന്ത് പ്രവൃത്തികളും ചെയ്യുമ്പോഴൊരു മന്നിപ്പ്. പിന്നെ ഹൃദയമിടിപ്പൊക്കെ അകാരണമായിട്ട് കൂടുക, അങ്ങനെയും ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അടുത്താണ് 3 ടൈപ്സ് ഓഫ് ഡ്രഗ്സ്. അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ 3 ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, നാച്ചുറൽ, സെമി സിന്തറ്റിക് എന്ന് പറയുന്നത്. പിന്നെ സിന്തറ്റിക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് നാച്ചുറൽ ഡ്രഗ്സ്. എന്താണ് ഈ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്? നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാച്ചുറൽ എന്ന് കേട്ടാൽ തന്നെ അറിയാം എന്താണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണല്ലേ. അപ്പോൾ ഈ നാച്ചുറൽ എന്ന് പറയുന്നത് നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് മെയിനായിട്ട് എടുക്കുന്ന ഡ്രഗ്സാണ് എന്തെന്ന് പറയുന്നത്, ഈ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേര് കേട്ട് തന്നെ പഠിക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇതിലൊന്നും എഴുതാത്തത്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഡ്രഗ്സ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഈ ഓപ്പിയം എന്ന് പറയുന്നത് അത് പോപ്പി ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഗഞ്ച എന്ന് പറയുന്നത് കഞ്ചാവ് ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നാച്ചുറലി വളരുന്ന സസ്യങ്ങളാണല്ലോ, അപ്പോൾ അതിൽ നിന്നുള്ളതാണ്. അതാണ് ഈ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് പ്രകൃതിയാലുള്ള സസ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ സൂക്ഷ്മാണുക്കൾ മൃഗങ്ങളിൽ പിന്നെ പലതരം ധാതുക്കളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ഡ്രഗ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ഇങ്ങനെ ഈ സസ്യങ്ങളിൽ നിന്നാണ് നാച്ചുറലി വരുമ്പോൾ കൂടുതൽ നമ്മൾ ഈ ഡ്രഗ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ സിന്തറ്റിക്കാണ്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നാച്ചുറലിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, കൃത്രിമം. അതായത് കൃത്രിമം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതം. അതിന് ഉദാഹരണമാണ് ആംഫിറ്റമൈൻ, പിന്നെ എക്സ്റ്റസി എന്ന് പറയുന്ന ഡ്രഗ്സ്. ഇനി സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടിയത്. അതായത് നമ്മളുടെ ഈ സിന്തറ്റിക്കും നാച്ചുറലും കൂടിയത്. പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന വസ്തുക്കളുണ്ടല്ലോ, അതിനെ രാസപ്രവർത്തനത്തിലൂടെയൊക്കെ മനുഷ്യർ എന്താക്കി മാറ്റും, ഡ്രഗ്സാക്കി മാറ്റുന്നതാണ് എന്ത്, സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഹെറോയിനും കൊക്കൈനും ഒക്കെ വരുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ഡ്രഗ്സാണുള്ളത്. നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സസ്യങ്ങളിൽ നിന്നൊക്കെ, നാച്ചുറൽ പ്രകൃതിയാൽ ഉള്ള സസ്യങ്ങളിൽ നിന്നൊക്കെ, ഇപ്പോൾ കഞ്ചാവ് ചെടിയിൽ നിന്ന് ഗഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കൃത്രിമം, മനുഷ്യനിർമ്മിതം, രാസപ്രവർത്തനങ്ങളിലൂടെയൊക്കെ നിർമ്മിച്ചെടുക്കുന്നത്, അതായത് ആംഫിറ്റമൈനൊക്കെ പോലെയുള്ളത്.
ഇനി സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലും സിന്തറ്റിക്കും കൂടി ചേർന്നത്, അതായത് പ്രകൃതിയാലുള്ള സസ്യങ്ങളെ ഈ രാസപ്രവർത്തനത്തിലൂടെ, അതായത് അവിടെ എന്തുണ്ട്, സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെമി സിന്തറ്റിക് എന്ന് പറയുന്നത്. പകുതി കൃത്രിമമാണ്, നാച്ചുറലുമാണ്, രണ്ടും മിക്സ്ചറാണ്. അപ്പോൾ പ്രകൃതിയാലുള്ള വസ്തുക്കളെ, സസ്യങ്ങളെയൊക്കെ രാസപ്രവർത്തനത്തിലൂടെ ഡ്രഗ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് സെമി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളും പഠിക്കുക, എന്താണ് സംഭവം എന്നും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.